മുഴുവൻ കണ്ടു. എല്ലാം കണ്ടു എന്ന് പറയാൻ പറ്റും. എനിക്ക് കാണാവുന്ന റേഞ്ചിലെല്ലാം കണ്ടു. ഹിന്ദു മതപ്രകാരം പറയുന്ന 14 ലോകത്തിലല്ല, അതിനപ്പുറം വേറൊരു ലോകമുണ്ട്, പരാകാശം എന്ന് പറയുന്നത്. ഏതോ ഒന്ന് ഒരു ശക്തി വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു മറവാണ്. ഏത് വന്നത് സ്വയമേ ഉയരുകയാണ്. ആ ഉയരുന്നതിൻ്റെ ഒരു പ്രത്യേകത, അടുത്ത് കഴിഞ്ഞ് ഞാൻ അതിലങ്ങ് ലയിച്ചു. ആ സൂര്യനിൽ ഞാനങ്ങ് ലയിച്ചു. പിന്നെ എത്ര കാലം അവിടെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. അത് വന്ന് എൻ്റെ അടുക്ക വന്നു. കാണാൻ ഒന്നുമില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. കാണാനൊന്നുമില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് ഈ നെറ്റിയുടെ ഈ ഭാഗം മുതൽ ഇവിടം മുതൽ ഇങ്ങനെ ഇവിടം വരെയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജൻ സാറാണ്. നമസ്കാരം. സാർ, നമ്മൾ വീഡിയോകൾ കുറേ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നെല്ലാം വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എന്താണ് ദൈവം? ആരാണ് ദൈവം? ദൈവത്തെ ആരാണ് ഉണ്ടാക്കിയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ദൈവം? എനിക്കറിയാവുന്നത് പറയാം. അതിനകത്ത് തെറ്റും വരാം, ശരിയും വരാം. എനിക്കറിയാവുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാക്ഷാത്കാരം കിട്ടിയതിൻ്റെ ഫലമായി പറയുന്നതാണ് ഈ പറയുന്നത്. അതിനകത്ത് വേറൊരു ഞാൻ പറയുന്നതിനകത്ത് ഒന്നിനകത്തും മയം ചേർക്കാറില്ല, കണ്ടത് മാത്രമേ പറയാറുള്ളൂ. അപ്പം അത് വെച്ചിട്ട് ദൈവമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദൈവമുണ്ട്. പക്ഷെ അത് നിൽക്കുന്നത് നമ്മുടെ ഈ ഹിന്ദു മതപ്രകാരം പറയുന്ന 14 ലോകത്തിലല്ല, അതിനപ്പുറം വേറൊരു ലോകമുണ്ട്, പരാകാശം എന്ന് പറയുന്നത്. വളരെ വിചിത്രമായ ഒരു ആകാശമുണ്ട്. നമ്മൾ കാണുന്ന ഈ ആകാശമല്ലാതെ പരാകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പേര് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. അത് വാട്ടയാം എന്ന് തോന്നുന്നു പുസ്തകത്തിൻ്റെ പേര്. നിസർഗദത്തിൻ്റെയാണ് പുസ്തകം. അത് വായിച്ചപ്പോഴാണ് ഈ പേര് കിട്ടിയത്. അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. ആകാശം 4 എണ്ണം ഉണ്ട്, അതിലൊന്ന് പരാകാശമാണ്. അപ്പോൾ ഞാൻ ഈ പോയിട്ട് വന്നപ്പോഴാണ് മനസ്സിലായി ഇതായിരിക്കാം പരാകാശം എന്ന് പറഞ്ഞത്. അത് വേറെ ഒരു സ്പേസാണ്, മറ്റൊരു സ്പേസ്. ഈ സ്പേസ് പോലെ അല്ല. ആ ഡെൻസിറ്റി കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഈ ഡെൻസിറ്റിയേക്കാൾ ഒരു വെള്ളത്തിൻ്റെ ഡെൻസിറ്റിക്കും അപ്പുറമുള്ള ഒരു ഡെൻസിറ്റിയാണ് ആ പരാകാശം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഡെൻസിറ്റി പിന്നെ അനുഭവപ്പെടും. ഇപ്പോൾ വെള്ളത്തിലെ മീന് അതിൻ്റെ ഡെൻസിറ്റി അറിയത്തില്ലല്ലോ. ഇപ്പോൾ ഡീപ് സീക്കാണെങ്കിൽ വളരെ ഡെൻസിറ്റി ഉണ്ട്. ഹൈ ഡെൻസിറ്റിയുള്ള ഈ ലോകമാണ് അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചപിതാവായ ദൈവത്തിൻ്റെ ലോകം. അത് ഹൈ ഡെൻസിറ്റിയാണ്. അതിൻ്റെ മധ്യഭാഗത്തോ അരിവിലോ ഒന്നും അല്ല അദ്ദേഹം നിൽക്കുന്നത്. അത് വളരെ ഉയരത്തിൽ, ഏതാണ്ട് നമ്മൾ ഈ 14 ലോകങ്ങളും യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു 10 ഇരട്ടി സമയമുണ്ടെങ്കിൽ മാത്രമേ അടിക്കൂ എന്ന് അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തെത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ എത്തേണ്ടവരാണെങ്കിൽ അതിനകത്ത് കയറിയാൽ നമ്മളെ ഏതോ ഒന്ന് ഒരു ശക്തി വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു മറവാണ്, ബ്ലാക്ക് സ്വാൻ്റെ ഒരു കറുത്ത സ്വാൻ്റെ കറുത്ത നിഴലാണ്. സ്വാൻ ഷാഡോ ആണ്. അതായത് ഈ അരയന്നത്തിൻ്റെ ഇങ്ങനെ പറക്കുന്ന രൂപത്തിലുള്ള ഒരു ഷാഡോ ആണ്. അപ്പം നമ്മൾക്ക് സ്വയം ബോധമുണ്ട്. നമ്മുടെ ആത്മാവ്, അതിനു മുമ്പ് എൻ്റെ ആത്മാവിനെ പറ്റി പറഞ്ഞില്ല. ഞാൻ ധ്യാനമല്ല യോഗ ചെയ്ത് ഇതിനകത്തൂടെ പൊക്കിളിനകത്ത് തീ കണ്ടിട്ട്, തീ നിമിഷത്തിനുള്ളിൽ എന്തുവാന്നും എനിക്കറിയത്തില്ല. ഞാൻ പുസ്തകം വായിച്ച് ചെയ്തതാണ്, അല്ല ഗുരുവില്ല. ഉടൻ തന്നെ ഇത് തലയ്ക്കകത്ത് വന്നു, തലയെ പൊട്ടി തെറിക്കുന്ന പോലെ തെറിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി. അപ്പം ഞാൻ തലയ്ക്കകത്തുനിന്ന് പുറത്തായി കഴിഞ്ഞ ഉടനെ പ്രപഞ്ചവും ഇല്ല, ഒറ്റ വസ്തുവേ ഉള്ളൂ, ഞാൻ മാത്രം, ഏകം. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ്, ബ്രഹ്മം മാത്രം. അപ്പോൾ അത് ഞാൻ മാത്രം ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി മേപ്പോട്ട്. ഇങ്ങനെ സഞ്ചരിച്ച് ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് ഏതോ ഒരു തലത്തിൽ പോയി മുട്ടി. ആ തലത്തിൽ പോയി മുട്ടിയത് എന്താണെന്ന്, തലച്ചോറില്ലല്ലോ, തലച്ചോറുമായിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്, വെറും ബോധമായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ളൊരു അന്വേഷണമുണ്ട്, പക്ഷെ അതിനെപ്പറ്റി യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ തലച്ചോറ് കൊണ്ട് അവിടെ ചെന്ന് മുട്ടിയ ഉടനെ നമ്മൾ അത് എൻ്റെ ആത്മാവ് അതിനെ പിയേഴ്സ് ചെയ്ത് അതിനകത്ത് കയറിയപ്പോഴാണ് വളരെ ഡെൻസിറ്റി കൂടിയ ഒരു തലമാണ്. എന്തിൻ്റെ തലമാണ്, ഏതിൻ്റെ തലമാണെന്ന് അറിയില്ല. ഞാൻ അവിടുന്ന്
ഞാൻ എന്ന് പറയാൻ എനിക്കൊരു ചെറിയ ബോധമേ ഉള്ളൂ. ഞാൻ എന്നൊരു ചെറിയ ബോധം മാത്രമേ ഉള്ളൂ. അതിൽ മഴ പെയ്ത് കഴിഞ്ഞ് വൃക്ഷം പെയ്യുന്നത് പോലെ ഒരു ചെറിയ ബോധം. അതിൽ കൂടുതൽ തിരിച്ചറിയാനുള്ള ബോധമൊന്നും എൻ്റെ ആത്മാവിനില്ല. അത് മനസ്സിലാകുന്നുണ്ടല്ലോ. കാരണം ആബ്സെൻസ് ഓഫ് ബ്രെയിൻ്റെ ആബ്സെൻ്റ് ആണ് അതിന് കാരണം. അപ്പോൾ അവിടുന്ന് സ്വയമേ ഉയരുകയാണ്. ആ ഉയരുന്നതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഹൈഡ്രജൻ നിറച്ച ബലൂൺ അത് ചിലപ്പോഴൊക്കെ ചരട് പൊട്ടി മേപ്പോട്ട് പോകാറുണ്ട്. അപ്പൊ അത് പോകുന്നത് പോലെയാണ് എൻ്റെ യാത്ര. കാരണം അങ്ങനെ വിശാലമായ ഇതിൽ ഇങ്ങനെ പോവാണ്. ഈ ബലൂൺ, ഹൈഡ്രജൻ നിറച്ച ബലൂൺ എങ്ങനെയാണോ പോകുന്നത്, എനിക്ക് അപ്പോഴേ ആ ഒരു ഉപമ എനിക്ക് തോന്നി. ഇത് ഹൈഡ്രജൻ നിറച്ച ബലൂൺ പോലെയാണല്ലോ എൻ്റെ യാത്ര. പക്ഷേ നമുക്കിവിടെ പറയാൻ പറ്റുന്നതിനേക്കാൾ 3 ലക്ഷം കിലോമീറ്ററാണ് നമ്മൾ ഐൻസ്റ്റൈൻ്റെ നിയമപ്രകാരം പറയുന്നത്. അതിനേക്കാൾ സ്പീഡിലാണ് സഞ്ചരിച്ചത്. നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അറിയാം ഇത് സ്പീഡ് കുറവാണല്ലോ എന്ന് തോന്നിയാലും വളരെ സ്പീഡിലാണ് താഴെ നിൽക്കുന്നവർക്ക് അത് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് ഹൈ സ്പീഡിലാണ് പോകുന്നത്. ഭൂമിയിൽ അല്ല, പ്രപഞ്ചത്തിലുണ്ടായിരുന്ന പോലെ അല്ല, ഹൈ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ പോയി കുറേ ടൈം ഇങ്ങനെ അങ്ങ് പോയി. ഇതെന്തിനാണ് പോകുന്നത് അറിയില്ല, എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. അങ്ങനെ അവസാനം ചെന്ന് ഇപ്പോൾ ഒരു വളരെ നമ്മുടെ ആകാശത്ത് കാർമേഘം കാണുന്ന, വളരെ മഴ പെയ്യാത്ത കാലത്ത് വളരെ ഉയരത്തിൽ കാർമേഘങ്ങൾ കാണാറുണ്ടല്ലോ, വാട്ടർ ക്യുമുലസ് കാർമേഘങ്ങൾ. അപ്പോൾ അതേ അകലത്തിലാണ് ഒരു കറുത്ത പാട് കാണുന്നത്. ഇതെന്താ ഈ കറുത്ത പാടെന്ന് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നോക്കിയപ്പോൾ ഒരു അരയന്നം പറക്കുകയാണ്. അരയന്നം പറക്കുമെന്ന് വെച്ചാൽ അരയന്നത്തിന്റെ നിഴലാണ്. അരയന്നത്തിന്റെ നിഴല്, അതിന്റെ കാലുണ്ട്, ചിറകുണ്ട്, തലയുണ്ട്, ഇതേ ഉണ്ട്. പക്ഷെ നിഴലാണ്, വേറൊന്നുമില്ല. പക്ഷെ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ഈ അരയന്നത്തിന്റെ നിഴലിന്റെ അടുക്കലായിട്ടാണ് ഞാൻ പോകുന്നത്. നിഴലിന്റെ അടുക്കലെത്തി ഉടനെ തന്നെ നിഴല് ഡിസപ്പിയർഡ്, കാണാനില്ല. ഞാൻ എൻ്റെ തലയുടെ ഭാഗത്താണ് എത്തിയത്. ഒരു അരയന്നം വളരെ നീളത്തിലുള്ള അതിൻ്റെ തലയുടെ ഭാഗത്തോട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഇത്രയേ ഉള്ളൂ. ഞാനെന്ന് പറയുന്ന സാധനം ഈ കൈയുടെ ഈ വലിപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ. അല്ലാതെ ശരീരം കൊണ്ടല്ല, ഇത്രയേ ഉള്ളൂ ഞാൻ. ഈ രൂപത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഉടൻ തന്നെ അത് ഡിസപ്പിയർഡായപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ പുറകിൽ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് അതിമനോഹരമായൊരു സൂര്യൻ. ബട്ട് സൂര്യൻ്റെ കൂട്ട് തീഷ്ണ പ്രകാശമില്ല, ചന്ദ്രൻ്റെ കൂട്ട് തണുത്ത പ്രകാശം. വ്യത്യാസം മനസ്സിലായില്ല? സൂര്യൻ പക്ഷേ ചന്ദ്രന്റെ കൂട്ട് തണുത്ത പ്രകാശം. നമുക്കൊന്നും ചിന്തിക്കാനില്ല, അങ്ങോട്ട് പോകണമെന്നും അടുക്കണമെന്നും നമുക്കൊന്നും അറിയില്ല. നമുക്ക് അറിയാനുള്ള ബുദ്ധി നമുക്കില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുക്കലോട്ട് ഞാൻ അടുത്തു കഴിഞ്ഞ് ഞാൻ അതിലങ്ങ് ലയിച്ചു. ആ സൂര്യനിൽ ഞാനങ്ങ് ലയിച്ചു. പിന്നെ എത്ര കാലം അവിടെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ സൂര്യൻ തന്നെ, ആ പരമാത്മാവ് തന്നെ എന്നെ അടർത്തി ഇങ്ങോട്ട് മുന്നിലോട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. അദ്ദേഹത്തിൽ നിന്ന് അകന്നതിൽ ദുഃഖമുണ്ട്, ഒരു വികാരമുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞ ഒരു വികാരം മനസ്സിലുണ്ട്, ആ ഒരു ഇമോഷൻ ഉണ്ട്. അപ്പോൾ ആ ദുഃഖത്തിൽ അദ്ദേഹത്തിനുണ്ട് ദുഃഖം. ഈ അടന്നു മാറിയതിൽ അദ്ദേഹത്തിനുണ്ട് ദുഃഖം. അപ്പോൾ ദുഃഖം അത് കഴിഞ്ഞിട്ട് എന്തിനായിരുന്നു മാറ്റിയത് അറിയില്ല. അത് എൻ്റെ ജീവിത ബാക്കി കിടക്കുന്നുണ്ടാകാം ഒരുപക്ഷെ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ഞാൻ വന്ന ഭാഗത്തു നിന്ന്, ഞാൻ ആദ്യം തുടങ്ങിയില്ലേ, ഒരു മുഴക്കം. ഈ മുഴക്കത്തിൻ്റെ സൗണ്ട് കൂടി വരികയാണ്. അപ്പം എനിക്ക് ഇതെന്തായി സൗണ്ട്, ഇത് എവിടുന്ന് വരുന്നു എന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അത് വന്ന് എൻ്റെ അടുക്ക വന്നു. കാണാൻ ഒന്നുമില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. കാണാനൊന്നുമില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. ആ സൗണ്ട് വന്ന് എൻ്റെ പുറകുവശത്താണ് പിടിച്ചത്. അതായത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ പുറകുവശത്ത് പിടിച്ചു, നേരെ താപ്പോട്ട് വലിക്കാൻ തുടങ്ങി. മേളിലോട്ട് കൊണ്ടുപോയ പോലെ തന്നെ? മേളിലോട്ട് കൊണ്ടുപോയില്ല, ഞാൻ സ്വയം പോയതാ. താപ്പോട്ട് ഇത് വലിച്ചുകൊണ്ട് വരികയാണ്. വലിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമാത്മാവിൻ്റെ മുഖത്തും അതിഭയങ്കരമായ ദുഃഖം, എൻ്റെ മുഖത്തും അതിനേക്കാൾ ദുഃഖം. ഈ അകന്നതിലുള്ള ദുഃഖം ഭയങ്കരമാണ്. എന്നെ പെട്ടെന്ന് കുറേ സമയം, ഞാൻ അങ്ങോട്ട് പോയ ടൈം എടുത്തില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ പോയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവിടുന്ന് വലിച്ചെടുത്തേ പറ്റുള്ളൂ. വലിച്ചെന്നെ പുറത്താക്കുകയാണ്.
പുറത്താക്കി. അപ്പോഴും എന്നെ വിടുന്നില്ല, ഇപ്പോഴും എന്നെ വിട്ടിട്ടില്ല. ആ സാധനം ഇപ്പോഴും എന്നെ വിട്ടിട്ടില്ല. പുറത്താക്കി, പുറത്തു കൊണ്ടുവന്നു. ഒരു ചെറിയ ഡിസ്റ്റൻസിനപ്പുറം വെച്ചിട്ട് ഈ പിടിച്ചിരിക്കുന്ന ഈ വള്ളി പോലെ ഈ ശക്തി എന്നെ ഭ്രമിപ്പിക്കാൻ തുടങ്ങി. റൈറ്റ് ടു ലെഫ്റ്റ്, ഇങ്ങനല്ല, റൈറ്റ് ടു ലെഫ്റ്റ് ഭ്രമിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ വസ്തുക്കളും, അത് ശൂന്യമായിരുന്നു, ഓരോ വസ്തുക്കളുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ചുകൂടെ കാഴ്ച കിട്ടി. നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ, സൂര്യന്, ചന്ദ്രന് എല്ലാം കണ്ടു. സൗരയുധം മുഴുവൻ കണ്ടു. എല്ലാം കണ്ടു എന്ന് പറയാൻ പറ്റും. എനിക്ക് കാണാവുന്ന റേഞ്ചിലെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് അപ്പോഴുണ്ട് ഞാൻ പ്രത്യേകം ആകർഷിക്കുന്ന ഒരു തലവിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുകയാണ്. ആ ആളിലേക്ക് ഞാൻ അടുക്കുകയാണ്. വീണ്ടും അടുത്ത് ആ ശക്തി എൻ്റെ ഉച്ചി വഴി ആദ്യം തലയ്ക്കകത്ത് കയറി, എന്നിട്ട് എന്നെ പിടിച്ചു വലിച്ച് എൻ്റെ ശരീരത്തിനകത്താക്കിയപ്പോൾ അത് ഈ നെറ്റിയുടെ ഈ ഭാഗം മുതൽ ഇവിടം മുതൽ ഇങ്ങനെ ഇവിടം വരെയാക്കി നിർത്തിയത്. ഈ ചലനവും സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കിയ ശേഷം അത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. വൺ ടൈം റൊട്ടേഷൻ. അത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വന്ന്, ആദ്യം അതിൻ്റെ ഭാഗം വന്ന് ഇടത്തെ കണ്ണിലാണ് കയറിയത്. അപ്പോഴേ കണ്ണിന് ചലനമില്ല. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് വലത്തെ കണ്ണിൽ കയറിയപ്പോൾ കണ്ണ് ചലിക്കാൻ തുടങ്ങി. കണ്ണ് ചലിച്ചപ്പോൾ വലത്തെ കണ്ണിൽ അതിൻ്റെ വലതുവശം കയറിയപ്പോൾ ഇടത്തെ കണ്ണിൽ അതിൻ്റെ ഇടതുവശം കയറി, മൂക്കിനകത്ത് അതിൻ്റെ മധ്യഭാഗം കയറി. ഇതെല്ലാം അത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് സ്വയം ബോധം വന്നു. ഉടനെ ഞാനൊരു ശ്വാസം പോയിരുന്നു. അപ്പോൾ ശ്വാസം പെട്ടെന്ന് അങ്ങ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് പൂർണ്ണനായി. അതുകൊണ്ട് ആ ശ്വാസം. ആരായിരുന്നു അത്? ഏത്? വന്നത് വിരാട് പുരുഷനാണ്. അത് മൂക്കിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം മൂക്കള ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഈ മൂക്കള ഇവിടെ മാത്രമല്ല ഇരുന്നേ, ഞാനിങ്ങനെ സിദ്ധാസനത്തിൽ ഇരുന്ന് ഇവിടം മുതൽ ഇങ്ങനെ മൂക്കളയും കണ്ണുനീരും കൊണ്ട് എൻ്റെ മടി മുഴുവൻ നിറഞ്ഞ് ഇങ്ങനെ ഒരു കൂനയായിട്ടിരിക്കുക. അപ്പോൾ എത്ര സമയമെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ. ഞാൻ അത് പെട്ടെന്ന് ഞാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞുടനെ പെട്ടെന്ന് ഉണ്ടായിരുന്ന തുണി അഴിച്ച്, ഞാൻ ഉടുത്തിരുന്ന ഒരു കാവ്യ വസ്ത്രമായിരുന്നു, അത് അഴിച്ച് മുഖമെല്ലാം തുടച്ചു. അപ്പോൾ ശ്വാസം നേരെ വീണു. കാഴ്ചയ്ക്ക് ശകലം പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഒരു മങ്ങലുണ്ടായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് ആ മങ്ങലൊക്കെ മാറിക്കിട്ടിയത്. ചെവിക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കാണുന്ന ഞാനായിട്ട് മാറി. അത് ഇപ്പോഴും എൻ്റെ ഇത്രയും ഭാഗത്ത് ഇരിക്കുകയാണ്. വിരാട് പുരുഷൻ ഇത്രയും ഭാഗത്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയുന്നൊന്നും എനിക്കറിയില്ല. ഈ ശരീരത്തിന് അറിയുന്ന അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഒരു കാളവണ്ടിക്ക് അതൊരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. കാളയ്ക്കറിയില്ലല്ലോ ആ മനുഷ്യൻ്റെ വിചാരഗതി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വിരാട് പുരുഷന്റെ വിചാരഗതി എന്താണ്. അദ്ദേഹം ഇത്രയും ഉണ്ടാക്കിയ പ്രപഞ്ചത്തിൻ്റെയും ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിചാരഗതി എനിക്ക് ഇതുവരെ അറിയില്ല. അദ്ദേഹം എന്നിൽ ഒരു കാളവണ്ടി കണക്കെ, ഞാനൊരു കാളവണ്ടി കണക്കെ ഇരിക്കുന്നു, അദ്ദേഹം അതിൻ്റെ ആളായിട്ട് അതിനകത്തിരിക്കുന്നു. അത് കാളവണ്ടിക്കാരനായിട്ടല്ല, അതിന് നിയന്ത്രിക്കാൻ പറ്റും. വണ്ടിക്കകത്തിരിക്കുന്ന ഒരാളെ പോലെ എൻ്റെ ശരീരം ഇരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിചാരം എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരമപുരുഷനാണ്. അത് ശക്തി കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ശക്തി വന്നെന്ന്. ഇങ്ങനെ അനേകായിരം ശക്തിയുണ്ട്. ഈ ശക്തിയിൽ ഒന്നാണ് നമ്മുടെ ശിവൻ, ഈ ശക്തിയിൽ ഒന്നാണ് നമ്മുടെ പാർവതി, ഈ ശക്തിയിൽ ഒന്നാണ് നമ്മുടെ വിഷ്ണു, ഈ ശക്തിയിൽ ഒന്നാണ് നമ്മുടെ യേശു. എല്ലാം ഈ ശക്തിയിൽ ഓരോന്നാണ്. അള്ളാഹ് ഈ ശക്തിയിൽ ഒന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് വേർതിരിച്ചു പറയാൻ പറ്റില്ല. അതെല്ലാം ഈ ശക്തികളാണ്, പരമപുരുഷനല്ല. ഞാൻ എൻ്റെ വ്യത്യാസം പറഞ്ഞത് ഏതാണ്ട് മനസ്സിലാകില്ലേ? പരമപുരുഷനല്ല. എന്നാൽ ഈ ശക്തി ഒന്നും തന്നെ വിരാട് പുരുഷനില്ല. ഒരു ശക്തിയും വിരാട് പുരുഷനില്ല. ഒരു ശക്തി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ശക്തിയില്ല. മറ്റേ ശക്തി കൊണ്ട് നിറഞ്ഞതാണ്. അദ്ദേഹം വിചാരിക്കുന്നതേ പ്രപഞ്ചത്തിൽ നടക്കുന്നുള്ളൂ. ഇത് ചുമ്മാതെ ഇപ്പോൾ ചന്ദ്രന് പ്രകാശ ശക്തിയുണ്ടോ? ഇല്ലല്ലോ. സൂര്യന്റെ ശക്തി പ്രതിഫലിപ്പിക്കാനുള്ള ശക്തിയല്ലേ ചന്ദ്രനുള്ളൂ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛ
എന്താന്ന് വെച്ചാൽ പ്രതിഫലിക്കുന്നുണ്ടാകാം. അതെനിക്ക് കാണാൻ വയ്യ, അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതാണ് ഈശ്വരൻ്റെ യഥാർത്ഥമായ നില. ഇതിന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർ, പരമപുരുഷനെ ആശ്രയിക്കുന്നവർ. ഓക്കെ. അതാണ് ബൈബിളിലൊക്കെ എൻ്റെ പിതാവ് നിശ്ചയിക്കുന്ന നടക്കുമെന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം. ബൈബിളുമായിട്ട് വളരെ റിലേറ്റ് ചെയ്താണ് ഞാൻ ഈ കണ്ടത്. ബൈബിൾ പറഞ്ഞാണ് ശരിക്കും. ഹിന്ദു മതത്തിലെ പുരുഷ സൂക്തത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗായത്രിയിൽ അതിൻ്റെ യാത്ര പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് രണ്ടുമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേദമൊക്കെ പരിശോധിച്ചതിനകത്ത് ഇത് രണ്ടുമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ബൈബിളിനകത്ത് വളരെ ലളിതമായ ഭാഷയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വലുതായിട്ട് വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല.